എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ബ്രോക്കൺ ന്യൂട്രൽ എങ്ങനെ നിർണ്ണയിക്കാമെന്ന് ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നു. ലക്ഷ്യം: വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കഴിയുന്നത് 3 ഫേസ് 4 വയർ സിസ്റ്റത്തിലെ ന്യൂട്രൽ വയർ ഹെൽത്ത് ആണോ എന്ന് പരിശോധിക്കുക. 3 ഫേസ് 4 വയർ സിസ്റ്റത്തിലെ ബ്രോക്കൺ ന്യൂട്രലിന്റെ എഫക്റ്റ് പരിശോധിക്കുക. 3 ഫേസ് സർക്യൂട്ടിൽ ന്യൂട്രൽ തകർന്നാൽ എന്ത് സംഭവിക്കും? 3 ഫേസ് സർക്യൂട്ടുകളിലെ ലോഡുകൾ തികച്ചും സന്തുലിതമാണെങ്കിൽ ഏതെങ്കിലും പ്രത്യേക നിമിഷത്തിൽ 3 ഫേസ് വൈദ്യുതധാരകളുടെ ആകെത്തുക 0 തുല്യമാണ്. അപ്പോൾ ന്യൂട്രൽ ലൈനിൽ കറണ്ടില്ല. അതിനാൽ അത് വിച്ഛേദിക്കുന്നത് ഫലമുണ്ടാകില്ല. പക്ഷേ യഥാർത്ഥ ലോകത്ത് തീർച്ചയായും അത് ഒരിക്കലും സംഭവിക്കില്ല. ലോഡുകളിൽ എല്ലായ്പ്പോഴും ചില അസന്തുലിതാവസ്ഥയുണ്ട്, എത്ര ചെറുതാണെങ്കിലും. അതിനാൽ ഒരു അൺബാലൻസ്ഡ് ആയ 3 ഫേസ് വൈദ്യുത ലോഡിൽ ലൈൻ കറണ്ട് വ്യത്യസ്തമായിരിക്കും. കൂടാതെ ന്യൂട്രൽ കറണ്ട് 0 അപ്പോൾ ന്യൂട്രൽ കറണ്ട് IN ന്യൂട്രൽ കണ്ടക്ടറിലൂടെ ഒഴുകുന്നു. ന്യൂട്രൽ വയർ തകരുകയോ വിച്ഛേദിക്കപ്പെടുകയോ ചെയ്താൽ ഈ ന്യൂട്രൽ കറണ്ട് ലൈനിലൂടെ വിതരണത്തിലേക്കുള്ള പാതയെ തിരികെ കൊണ്ടുപോകുന്നു. ഇത് 3 ഘട്ടങ്ങളിലെയും വിതരണ വോൾട്ടേജുകളിൽ ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണമാകുന്നു. നമുക്കിത് പ്രായോഗികമായി ചർച്ച ചെയ്യാം. ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ന്യൂട്രൽ പരിശോധിക്കുന്നു. ആദ്യം നൽകിയിരിക്കുന്ന സർക്യൂട്ട് ഡയഗ്രാം അനുസരിച്ച് കണക്ഷനുകൾ ഉണ്ടാക്കുക. 3ന്റെ സർക്യൂട്ട് കാണിക്കുക. ഒരു ഇലക്ട്രോണിക് മൾട്ടിമീറ്റർ എടുത്ത് 700 വോൾട്ട് വരെയുള്ള AC വോൾട്ടേജ് അളക്കാൻ സജ്ജമാക്കുക. 3 ഫേസ് വിതരണം ഓണാക്കുക. R, Y, Y, B, B, R എന്നിവയ്ക്കിടയിലെ പ്രോബുകൾ സ്ഥാപിക്കുക. മൾട്ടിമീറ്റർ 400 വോൾട്ടുകളുടെ ലൈൻ വോൾട്ടേജ് റീഡ് ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുക. ഫേസ് വോൾട്ടേജ് അളക്കാൻ 3 ഫേസുകൾക്കുമിടയിൽ പ്രോബ് സ്ഥാപിക്കുക. R ന്യൂട്രൽ, Y ന്യൂട്രൽ, B ന്യൂട്രൽ. മൾട്ടിമീറ്റർ 220 വോൾട്ട് വായിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. ഇല്ലെങ്കിൽ ന്യൂട്രൽ തകർന്നുവെന്നോ നല്ല നിലയിലല്ലെന്നോ നിഗമനം ചെയ്യുക. നിങ്ങൾക്ക് മൂവിംഗ് വോൾട്ട്മീറ്ററും ഉപയോഗിക്കാം. 0 മുതൽ 600 വോൾട്ട് വരെ ബ്രോക്കൺ ന്യൂട്രൽ പരിശോധിക്കാം. ടാസ്ക് 2: ടെസ്റ്റ് ലാമ്പുകൾ ഉപയോഗിച്ച് ന്യൂട്രൽ പരിശോധിക്കുക. സർക്യൂട്ടിന്റെ 3 ശാഖകൾ ഉണ്ടാക്കുക. വിളക്ക് L1, അമ്മീറ്റർ A1 ഉള്ള സീരീസ്, സ്വിച്ച് S1, ലാമ്പ് L2, അമ്മീറ്റർ A2, സ്വിച്ച് S2 എന്നിവയുള്ള ശ്രേണിയിൽ. വിളക്ക് L3, അമ്മീറ്റർ A3, സ്വിച്ച് S3 എന്നിവയുടെ ശ്രേണിയിൽ. ഓരോ ഘട്ടത്തിലും R, Y, P 3 ശാഖകളും ബന്ധിപ്പിക്കുക. വൈദ്യുതി വിതരണം ഓണാക്കുക. S1, S2, S3 സ്വിച്ചുകൾ അടയ്ക്കുക. ഒരു സ്ക്വയർ മില്ലിമീറ്റർ ഇൻസുലേറ്റ് ചെയ്ത ചെമ്പ് വയർ എടുക്കുക, 1 മീറ്ററും നീളമുള്ളത്. സ്വിച്ചുകൾ S1, S2, S3 എന്നിവയുടെ ആറ്റങ്ങൾക്കിടയിലും ന്യൂട്രലിനും വയർ വയ്ക്കുക. L1, L2, L3 വിളക്കുകൾ പ്രകാശിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക. ഇൻസുലേറ്റ് ചെയ്ത ചെമ്പ് വയർ വഴി ന്യൂട്രലുമായി ബന്ധിപ്പിക്കുമ്പോൾ അമ്മീറ്റർ റീഡിംഗിൽ ഒരു വ്യതിചലനം ഉണ്ടാകും. വിളക്കുകൾ പ്രകാശിക്കുന്നില്ലെങ്കിൽ ന്യൂട്രൽ ബ്രോക്കൺ ആണെന്ന നിഗമനത്തിലെത്താം. ഈ വീഡിയോ കണ്ടതിനു ശേഷം 3 ഫേസ് 4 വയർ സിസ്റ്റത്തിൽ തകർന്ന ന്യൂട്രൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ടതിന് നന്ദി. നിങ്ങൾക്കൊരു നല്ല ദിവസം ആശംസിക്കുന്നു.